വലിയേട്ടാ എന്തെങ്കിലും ചെയ്യൂ. ആ ചായക്കട ചേട്ടൻ എനിക്ക് സമൂസ തരുന്നില്ല. എപ്പോ സമൂസ ചോദിച്ചാലും കൊടുക്കാനുള്ള പൈസ ചോദിക്കുന്നു. മാത്രമല്ല ഇന്ന് വല്ലാതെ എന്നെ തല്ലുകയും ചെയ്തു. അവൻ അത്രയ്ക്ക് ധൈര്യമായോ നിന്നെ തല്ലുവാനായി? ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് വരാം. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നെ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചെല്ല് നല്ലോട്ട് പൊട്ടിച്ചോ. രക്ഷിക്കണേ. അവൻ എന്നെ വല്ലാതെ അങ്ങ് ഇടിച്ചിടിച്ചൊരു പാഠം പഠിപ്പിച്ചു. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഡോക്ടർ ജഡ്ക പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞങ്ങള് പൈസ കൊടുക്കാനുള്ള കാര്യം അവൻ മറന്നു പോണം. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള സൂചിയാ. ഇതുകൊണ്ട് നീ ആ ചായക്കടക്കാരനെ കുത്തണം. കടം മുഴുവനും വീടിയതുപോലെ ഒരു ബോർഡും അയാളെ കാണിച്ചേക്ക്. പിന്നെ കളി മാറിയില്ലേ. പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അയാളുടെ അടുത്ത് പോയി സമൂസ കഴിക്കാം. പൈസയും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വലിയേട്ടാ ഇത് കൊള്ളാമല്ലോ. എന്ന് വെച്ചാൽ പൈസ തന്നു എന്നുള്ള ബോർഡ് കാണിച്ചാൽ മതി അല്ലേ? എന്നല്ലേ പറയുന്നത്? പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ ബോർഡ് മാത്രമേ അയാളെ കാണിക്കാവുള്ളൂ. വേറെ എന്തെങ്കിലും അയാള് കാണുവാണെങ്കിൽ ആ കാണുന്നത് തന്നെ അയാള് ചെയ്യത്തുള്ളൂ. ആ ശരി, ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതാ എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് ചങ്കേ. ഇതാ ഇഷ്ടം പോലെ സൂചിയും പിന്നെ ഇതിന്റെ പൈപ്പും ഉണ്ട്. ദൂരെ നിന്ന് പൈപ്പിനകത്ത് സൂചിയിട്ട് അമ്പെയ്യുന്ന പോലെ അങ്ങ് ചെയ്താ മതി. സൂചി അവിടെ കൊണ്ടു കഴിയുമ്പോ ഇന്നത്തെ പൈസ തന്നു എന്നുള്ള ബോർഡ് കാണിക്കണം. നല്ല ഒന്നാന്തരം ചായ, പിന്നെ ഫസ്റ്റ് ക്ലാസ് സമോസയും. ബോസ് ബോസ്, ഇത് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കും, അല്ലാതെ വേറെ ആര് വൃത്തിയാക്കാനാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. പക്ഷെ വേഗം ഇവിടുന്ന് ഓടുന്നതാ നല്ലത്. ചിങ്കം ഇപ്പൊ ഇവിടെ എത്തും. ജോണിന് പറ്റിയ പണി ഇത് തന്നെയാണ്. ഇങ്ങോട്ടാ, ഇത്തവണ എന്റെ ഊഴവാ. പൊളിച്ചെടുത്തല്ല. കുറെ നേരമായി നമ്മളിങ്ങനെ ഊതി കളിക്കുന്നു. എന്റെ കൂടെ വാ പത്ലു. മോട്ടു വേഗം ഇന്ന് കടന്നെന്ന നാളെ കാശ് തരാന്നുള്ള ബോർഡ് കാണിക്കേ. ഇയാള് ബ്രൂസിലിന്റെ പോസ്റ്ററാ കണ്ടത്. മാത്രമല്ല അയാള് ബ്രൂസിലായി മാറിക്കഴിഞ്ഞു. ഇതിപ്പോ പഴയതിനെക്കാളും ശക്തിയുള്ള അടിയാ ഇപ്പൊ കിട്ടുന്നത്. മോട്ടു പത്ലു, സമോസ വന്ന് കഴിച്ചിട്ട് പോയാട്ടെ. വേണ്ട വേണ്ട, ഞങ്ങള് സമൂസ കഴിക്കുന്നില്ല. എന്ത്? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? എന്റെ സമോസ വേണ്ടെന്നോ?
ഞാൻ കാണിച്ചു തരാം. ഏയ്, ആ. ആ, ഇനി പറയൂ, എന്റെ സമോസ കഴിക്കുന്നോ ഇല്ലയോ? സമൂസയൊക്കെ കഴിച്ചോളാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഏ? സമോസ കഴിക്കണം, പക്ഷേ കടം വാങ്ങിയിട്ടാണോ? ഏ? ബോക്സർ ചേട്ടാ, ആരെങ്കിലും നിങ്ങളുടെ അയൽവാസിയെ തല്ലിയാ നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ അവന്റെ നട്ടും പോയിട്ട് അടിച്ചളക്കും. ഇപ്പൊ ചായക്കടച്ചേട്ടൻ നിങ്ങളുടെ അയൽവാസിയെ തല്ലിയിരിക്കുക. ചായക്കടക്കാരാ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഓയ്, ഞാൻ അങ്ങോട്ട് വരുവാ. മേലാൽ ഒരിക്കലും ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ വരരുത്, മനസ്സിലായോ? സമോസ കഴിക്കുന്നോ? ഞാൻ ഈ സമൂസ ഒന്നും കഴിക്കാറില്ലേ. അങ്ങനെയെങ്കിൽ അടി വാങ്ങിക്കോ. ഈ ചായക്കടക്കാരൻ എന്താ പറ്റി? പെട്ടെന്ന് അയാളങ്ങനെ ബ്രൂസ്ലിയായേ. അതൊന്നും ചോദിക്കണ്ട, അതൊരു വലിയ കഥയാണ്. വേഗമാവട്ടെ, സമോസ കഴിക്കേ, എന്നിട്ട് പൈസ എടുക്കേ, അല്ലെങ്കിൽ വീണ്ടും ഞാൻ തുടങ്ങും. ഓ, എനിക്ക് വേണ്ടേ, ഇനി എനിക്ക് വേണ്ടേ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ചായക്കടക്കാരന്റെ അടുത്ത് അത് വർക്കൗട്ട് ആയോ? അതാ നീഡിൽ കുത്തിക്കഴിഞ്ഞ പിന്നെ അയാൾ ബ്രൂസിലിയുടെ പോസ്റ്ററാ കണ്ടത്. പിന്നെ കാണുന്നവരെയൊക്കെ അടിയുടെ പൊടി പൂരായിരുന്നു. സമൂസ കഴിച്ചാലും അയാൾ അടിക്കും, സമൂസ കഴിച്ചില്ലെങ്കിലും അയാൾ അടിക്കും. ഓ, എന്റെ രോഗികളാണ് സത്യം. നിങ്ങൾ എങ്ങനെ ഓടല്ലേ? ഇതിനൊക്കെ ഒരു വഴിയുണ്ടെന്ന്. ചെന്ന് എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ആ സൂചി ഇങ്ങ് ഊരിയെടുക്ക്, അപ്പൊ അവര് പഴയ പോലെ ആവും. താങ്ക് യു വലിയേട്ടാ. മതി, ഇനി ഇവിടെ തന്നെ നിൽക്ക്. നിങ്ങളുടെ കളിയൊക്കെ ഇനി മതിയാക്ക്. ബോബോ, 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 ബോബോ. എന്റെ അമ്മോ. എന്റെ അമ്മോ, എന്തപ്പോ ഇവിടെ ഉണ്ടായത്? എന്റെ അമ്മോ, ശരീരത്തിന് എന്തൊരു വേദന, എന്തോ മുട്ടുകുത്തി ഞാൻ ഓടിയതുപോലെ ഉണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ, എന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ചായക്കടക്കാരൻ ചേട്ടന്റെ കഴുത്തിൽ നിന്ന് ആ നീഡിലെടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഹലോ സിംഗം സാർ, വരൂ, വന്ന് സമോസ കഴിക്കൂ. എന്റെ അമ്മോ, എനിക്ക് ഈ സമോസ ഒന്നും വേണ്ട, കഴിക്കാൻ വല്ല പുട്ടും കടലയും തന്നാ മതി. അങ്ങനെയോ? എന്നാ അടികൊള്ളാൻ തയ്യാറായിക്കോ. എന്റെ അമ്മോ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ചായക്കടക്കാരൻ ചേട്ടാ, ഞാൻ നിങ്ങളുടെ കഴുത്തിൽ ഒരു സൂചി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോധം കെട്ട് വീഴുന്നതായിരിക്കും. ഇനിയല്ലേ രസം? നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ?
എന്താ കഴിക്കാൻ വേണ്ടേ? സമോസയോ മിഠായിയോ? മോട്ടു, നിനക്ക് ഞാൻ സമോസയൊന്നും തരില്ല. ആദ്യം പൈസ താ. ചായക്കട ചേട്ടാ, താങ്ക് യു. നിങ്ങൾ ഇങ്ങനെ കാണാനാ ഭംഗി, അറിയോ? ചേട്ടാ, ഇവനെന്ത് പറ്റി? ഇവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇനി ഇവന് കുഴപ്പം ഉണ്ടാവും. ഇവൻ കാരണം ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്, കുറെ ഇടിയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മോട്ടു, stop in the name of law. ഓയ് ഗസീട്ട, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കൂട്ടുകാരാ, ഈ ബുൾ എനർജി ഡ്രിങ്ക് ഒന്ന് കുടിക്ക്. ഇത് കുടിച്ചു കഴിയുമ്പോ നിനക്ക് കാളയെ പോലെ ശക്തി ഉണ്ടാവും. അത് കണ്ടോ പത്ലു വരുന്നത്? അവനെ കൊണ്ട് ഈ ഡ്രിങ്ക് നമുക്ക് കുടിപ്പിക്കാം. ഇല്ല ഗസീട്ട, രാവിലെ നീ ഒരു ഗ്ലാസ് കുടിച്ചതല്ലേ, എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് കുടിക്കരുത്, അതത്ര നല്ലതല്ല. ഡോക്ടർ ചട്ക പ്ലീസ്, ഇന്നലെ ഇതൊരു ഗ്ലാസ് കുടിച്ചപ്പോ എനിക്ക് ഒരുപാട് ശക്തി വന്നു. എന്നിട്ട് ഞാൻ എന്റെ ജോലി എല്ലാം തീർത്തു. എനിക്ക് തീരെ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ജഡ്ക, ഇത് കുടിച്ച ശക്തി വരികയാണെങ്കിൽ ഇത് ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ടിതാ, എനിക്കാണെങ്കിൽ ശക്തി വളരെ ആവശ്യമാണ്. ആ ഡ്രിങ്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പത്തലു? നല്ല എനർജറ്റിക് ആണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ 10 കാളയുടെ ശക്തി വന്നിരിക്കുക. പൊളിച്ചെടുത്തല്ലോ. ഈ പത്ലൂണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? ഇവന് നിന്റെ ചുവന്ന തുണി കണ്ട് ദേഷ്യം വന്നതാ. ഇവൻ ശരിക്കും ഒരു കാളയായി മാറി. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. വേണ്ട, 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 വേണ്ട. രക്ഷിക്കണേ ചാട്ടക്ക, ഈ പത്ലൂണൊന്നും നിർത്തിയേ. വേണ്ട, 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 എന്നെ കുത്തല്ലേ. ഓയ് പത്തലു, എന്റെ ബ്രോ. പൊളിച്ചെടുത്തല്ലോ. ചാട്ടക്ക, നിങ്ങൾ എവിടെയാണ്? എന്റെ രോഗികളാണ് സത്യം, എല്ലാം കുളമായെന്നാ തോന്നുന്നത്. എന്റെ പത്തലു, നീ എവിടെ പോയി കിടക്കുക? എല്ലാ തുണികളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അലക്കിയത്. ഓ, അപ്പൊ എന്നും തുണിയൊക്കെ ഞാൻ അലക്കണോന്നാണോ പറയുന്നേ? ആഹാ, പിന്നല്ലാതെ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, നീ തുണി അലക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുള്ളത്. എന്താ എന്താ ഈ കാണിക്കുന്നത് നീ? എന്റെ അമ്മോ, എന്താ നിനക്ക് സംഭവിച്ചത്? സോറി സോറി, ഞാൻ തന്നെ തുണികളൊക്കെ അലക്കിക്കോളാം. പ്ലീസ്, ഞാൻ തന്നെ വീട്ടിലെല്ലാ ജോലികളും ചെയ്തോളാം. മമ്മി, അച്ഛാ, എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്താ ഒന്നും പറയാത്തത്? പത്തലു, നീ എന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൊക്കെ ഇങ്ങനെ തല്ലുകൂടാറുണ്ടോ? ഈ രണ്ട് സുഹൃത്തുക്കളും കൂടി എന്നെ മുകളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. പൊളിച്ചെടുത്തല്ലോ. മോട്ടും, നിനക്കിപ്പോ എന്താ പറ്റിയത്? അല്ല, നീ ഇപ്പൊ എവിടുന്നായി വരുന്നത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ആ പത്ലുവിനാണ് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ തല്ലി. ഓയ് മോട്ടു, എന്റെ ബ്രോ, ഇവൻ എന്റെ ബുൾ എനർജി ഡ്രിങ്ക് കുടിച്ചതിന് ശേഷമാ ഇങ്ങനെയൊക്കെ ആയത്. ചുവന്ന നിറം കണ്ട കാളയെ പോലെ ഇവന് പെട്ടെന്ന് ദേഷ്യം വരും. വാ, നമുക്ക് അവനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ ഒന്ന് നോക്കാം. ജോൺ ആയിരിക്കും, ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ ഒരുപാടായി കേട്ടോ. ഇൻസ്പെക്ടർ ചിങ്കം വരുന്നത് വരെ നിന്നെ ഞാൻ ഇവിടുന്ന് ഒരാട്ടി മുന്നോട്ട് വയ്പ്പിക്കില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം നീ വേല മിണ്ടി പോരുത്. മോട്ടു, നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കുന്നേ? ഈ ലോകത്ത് വേറെ എന്തുമാത്രം കള്ളന്മാരുണ്ട്, നീ എന്താ അവരെ പോയി പിടിക്കാത്തത്? എങ്കിൽ ശരി,
നീ ഒരു ചുവന്ന ഷർട്ട് ഇട്ടോണ്ട് ആ പത്ലുവിന്റെ മുമ്പിൽ പോയി നിക്ക്. എന്നിട്ട് ചോദിക്ക് ഈ ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഒരു പക്ഷേ അവൻ ആ ഷർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നിന്റെ പുറകിൽ വരില്ല. വാക്കാണ് സത്യം. വാക്കാണ് സത്യം. ചുവന്ന കളർ എനിക്കും ഇഷ്ടമാണ്. ചുവപ്പ് അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജോഡിന്റെ മറ്റൊരു പേര് അപകടമെന്നാണ്. പത്ലു, ഞാൻ വരികയാണ്. ഇന്ന് വരെ അവൻ നമുക്കിട്ട് പണിതതിനൊക്കെ അവന് പണി കിട്ടിക്കോളും. പത്ലു, ഇത് കണ്ടോ, ഞാൻ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടോണ്ടാ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്? പത്ലു, നിനക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ നിനക്കിപ്പോ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഇങ്ങനെ ഓടി നടന്ന് ഇടി മേടിച്ച പിന്നെ ഞാൻ എങ്ങനെയാ ഡോൺ ആവുക? പത്ലു കാളയായി. ഇതെന്ത് മായാജാലം? ചുവന്ന ഷർട്ട് ഇടിപ്പിച്ച് ആ ബോട്ട് നമ്മളെ മണ്ടന്മാരാക്കിയിരിക്കുകയാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് വേഗം വേഗം താഴേക്ക് ഇറങ്ങും. എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, താനിപ്പോ ഈ മോളിന്ന് ഏത് ബാങ്കാണ് കൊള്ളയടിച്ച് വരുന്നത്? പറ. ചിങ്കം സാറേ, ആ പത്ലു എന്നെ ഇടിച്ചൊരു പരുവത്തിലാക്കി. അവനിപ്പോ കാളയെ പോലെയായി. ചുവന്ന കളറ് കാണുമ്പോ അവനിപ്പോ ഭ്രാന്താ സാറേ. എടോ, താൻ എന്ത് മണ്ടത്രായി വിളിച്ച് പറയണേ? ഇവൻ പറയുന്നത് സത്യമാ ചിക്കൻ സാറേ. ഇവൻ ഞാൻ ഉണ്ടാക്കിയ ബുൾ പവർ മരുന്ന് കുടിച്ചാ ഇങ്ങനെ ആയത്. പ്ലീസ് അവനെ പിടിക്കാൻ സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ? എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയാണ്. ദാ പത്ലു ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അവനൊരു ചുവന്ന വസ്ത്രം കാണിച്ചു കൊടുക്കാം. The name is ചിങ്കം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പത്ലു, ഇതാ കണ്ടോ കണ്ടോ എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്? എന്റെ അമ്മോ! നിങ്ങളെല്ലാരും പറഞ്ഞത് സത്യമാണല്ലോ. അമ്മച്ചി, എനിക്ക് തോന്നുന്നു പത്ലു തിരിച്ചു പോയിന്ന്. മോട്ടു, ഈ പ്രാവശ്യം ഞാൻ തല്ലുകൊണ്ടു. ഇനി ഒരിക്കൽ കൂടി ആ പത്ലു എന്റെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ അടിച്ച് അവന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ബാക്കിയും കൂടെ പറ. ബാക്കി എന്തോന്ന് പറയാൻ? താനല്ലേ പുറകെ നിൽക്കുന്നത്. എന്റെ ജീവൻ രക്ഷപ്പെട്ടാലല്ലേ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓടിക്കോ. എന്റെ അമ്മോ, വേണ്ട. മമ്മി, ഡാഡി, അങ്കിൾ. ഈ പത്ലുവിനെ നമ്മൾ എങ്ങനെയാ ശരിയാക്കി കൊണ്ടുവരിക? ആ എനർജി ഡ്രിങ്കിന്റെ ശക്തി കുറയുമ്പോഴേക്കും അവൻ പഴയതുപോലെ ആയിക്കോളും. അല്ലെങ്കിൽ പത്ലുവിനേക്കാളും ശക്തിയുള്ള ആരെയെങ്കിലും കൊണ്ടുവന്ന് പത്ലുവിനെ ഒന്ന് ഇടിക്കുമ്പോഴേക്കും അവന് പിന്നെ ബോധം വന്നോളും. പൊളിച്ചെടുത്തല്ലോ, അത് കണ്ടോ? പത്ലുവിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒരു കാളവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇതുകൂടി ഇരിക്കട്ടെ. പിടിച്ചോ, ഇരിക്കട്ടെ.
എന്റെ പ്രിയ സുഹൃത്ത് എന്നോട് ക്ഷമിക്കൂ. നിന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ എനിക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. കൂട്ടുകാരാ, ഇതാരോ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ചെയ്തതാണ്. അങ്ങോട്ട് നോക്ക്, ആ ആൾക്കാരാ മരത്തിന്റെ പുറകിൽ ഇരിക്കുന്നുണ്ട്. ആക്രമിക്കൂ. വേണ്ട, മുറിച്ചെടുത്തല്ലോ. വേണ്ട. വലിയേട്ടാ, ആദ്യം ഒരുത്തന്റെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം അല്ലേ പുറകെ കൂടിയിരിക്കുന്നത്. ഈ ഐഡിയ പൊളിഞ്ഞു പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഓ, എന്റെ മരുന്നിന്റെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ചിലപ്പോ ഒരു ദിവസത്തിനുള്ളിൽ ശരിയാകും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളില്. ഇല്ല.